ഒരു ദിവസം ഡിന്നറിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മുഴുവൻ വീട്ടിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട്, വൈഫുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പല റെസിപ്പിയിലും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്തില്ല. പലതിലും പാത്രങ്ങളില്ല, പലതും ഇവർക്ക് ഉണ്ടാക്കാൻ അറിയത്തുമില്ല. എന്നിട്ട് പറയുന്ന അവസാനം ആ ഡിന്നർ വളരെ മോശമായി. ആ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിങ്ങൾ നാണം കിട്ടുമെന്ന് പറഞ്ഞ അവസ്ഥ. ഇതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം. പക്ഷെ എന്തായി, ഒരു പ്ലാനിങ്ങും ഇല്ല. ആ സമയത്ത് കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തൊക്കെ പോയി രാത്രി ആയി കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് അന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അന്ന് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള അവസ്ഥ പലർക്കും ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിനാവശ്യമായിട്ടുള്ളൊരു 3 ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം 15 മിനിറ്റ്സ് റൂൾ. അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഒരു 15 മിനിറ്റ് നേരം പ്ലാനിങ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് പ്ലാനിങ് കഴിയും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 10 മിനിറ്റ് ഇത് കൃത്യമായിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി തയ്യാറാക്കി പോവാം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ആ ഓർഡറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ടോപ്പ് 3 ടാസ്ക്. ഈ ചിലപ്പോൾ ഒരു 15ഓ 20ഓ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്ത് വന്നാലും എന്ത് മാറ്റി വെച്ചാലും ഈ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു പ്ലാനിങ് കൂടി നടത്താം. മൂന്നാമത്തെ കാര്യം യൂസ് ടൈം ബ്ലോക്സ്. കൃത്യമായിട്ട് ഇതിനൊക്കെ ടൈം ബ്ലോക്ക് ആക്കിയിട്ട് തീരുമാനിക്കുക. ഏത് സമയത്ത് ഏത് കാര്യമാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഈ ഗൂഗിൾ കലണ്ടറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാവുമ്പോൾ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ബ്ലോക്കിൽ ഇട്ടിട്ട് അത് ഡീപ്പ് വർക്കായിട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഈ സോഷ്യൽ മീഡിയ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം ഉണ്ടാക്കുക. ആ ടൈമിൽ മാത്രം ഉപയോഗിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, ഇന്നത്തെ 3 ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസിനസ് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.